അപ്പൊ എവിടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ ശക്തരായ എന്റെ ചങ്കുകൾ എവിടെ? PM ശ്രീ പദ്ധതി ഇതാ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇജ്ജ് നോക്കിക്ക യാസറെ, അതൊന്നും ഇവിടെ നടക്കൂല. ഇജ്ജ് വെറുതെ ഞങ്ങളെ അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടോ അതിന്റെ അപ്പുറത്തേക്കൊന്ന് വെക്കാണ്ടെങ്കിൽ കൊണ്ടുവരികടാ. അതായത് എന്താ നിങ്ങളെ പ്രവർത്തകരോട് എന്താ പറയാ ഈ നേതാക്കന്മാര്? കഴിഞ്ഞ പ്രതിപക്ഷത്തായിരിക്കുമ്പോ പിണറായി ഭരണത്തിൽ ഒപ്പുവെച്ചതിനെ ഞങ്ങൾ അറബിക്കടലിൽ എറിയുന്ന, അറബിക്കടലിൽ ഇപ്പം നിറഞ്ഞ്, ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് വെള്ളമൊക്കെ നല്ലോണം ഉണ്ടാവും. ഇന്നലെയൊക്കെ ആയിട്ട് മഴ ഉണ്ട്. കൊണ്ടുപോയി എന്താ എറിയാത്തത്? എത്ര വട്ടം അറബിക്കടലിൽ വെള്ളം കൂടി കുറഞ്ഞു നിൽക്കുകയാണ്. അറബിക്കടൽ അവിടുന്ന് പോയിട്ടില്ല, എറിയുന്ന ആൾക്കാർ മാത്രമേ മാറിയത്. എന്തേ പറ്റിയത്? പിന്നെ കമന്റിന് ലീഗുകാർ ആലോചിക്കണം. നമ്മളെ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ സാഹിബ് ഉണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താ പറഞ്ഞറിയോ? ഈ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ പാടില്ല. അത് നമുക്ക് തമിഴ്നാട് മോഡലില് നമുക്ക് കേസ് നടത്തിയിട്ട് അത് റദ്ദ് ചെയ്യിക്കണം എന്നാ പറഞ്ഞത്. ഇന്ന് മൂപ്പരാണ് ഇരിക്കണ ഈ സൈഡില്. ഏതായാലും ഒരവസ്ഥ ആലോചിച്ച് നോക്കാണ്. ഒരാൾ ചോദിക്ക, ചെങ്ങന്മാരെങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ഒരു നിലപാട് വേണ്ടേ, കുറച്ചൊരു ഇതൊക്കെ വേണ്ടേ, ഉളുപ്പ് വേണ്ടേ എന്ന് ചോദിച്ചാൽ അല്ലേ നമുക്കുണ്ടാവുമല്ലോ. നമ്മളൊരു കാര്യം, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് നേരെ ഉൾട്ട പ്രവർത്തിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ജനങ്ങളൊക്കെ പാടെ നമ്മളെ വിശ്വസിച്ചങ്ങാണ്ട് ഒപ്പം നിന്നുങ്ങാണ്ട് എന്തിനാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിയെടുക്കാൻ PM ശ്രീ നടപ്പിലാക്കുന്നതാണ്. ആലോചിച്ചൊക്കെ നിങ്ങൾ ഇവലെ. അപ്പൊ നമ്മൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടില്ല. ഇതാ നിലക്കന്നെ പോവാണ്. നമ്മളെ KM ഷാജിയൊക്കെ എവിടെ? ഘോര പ്രസംഗിക്കരും. ഇനി എന്താ നിങ്ങൾ പറയാ? ഒരാളിങ്ങനെ ചോദിക്കണം, എന്ത് പണി ഞങ്ങൾ കാട്ടിയെന്ന് ചോദിച്ചാൽ പിണറായി ഒപ്പിട്ടീനെ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയാൻ ഞങ്ങൾ ആണോ? ഫണ്ടിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേകമായ അജണ്ടയിൽ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിറ്റു എന്ന് പറയേണ്ടി വരും. അതല്ലാതെ എന്ത് ന്യായീകരണങ്ങൾ കൊടുക്കുക? നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മളൊരു നമ്മൾ രാഷ്ട്രീയം കൊണ്ടല്ല, നമ്മളിതൊരു വലിയൊരു സംഗതി ആയിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ ആര് നടത്തിയാലും നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും ആർക്കും തിരിയായിട്ടല്ലല്ലോ. ഇപ്പൊ ഇന്ന് എനിക്ക് വേറൊരു ഭയങ്കര രസം. ഇന്നിപ്പോ ഈ പോസ്റ്റർ കണ്ടങ്ങള്, അതായത് വെൽഫെയർ പാർട്ടിയാണ് ഇതിനെതിരെ രംഗത്ത് വന്നു. പല പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ SDPIയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും ഒപ്പ് ശേഖരണവും മറ്റുള്ള മെയിൽ അയക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വെൽഫെയർ പാർട്ടി ആരാ? ഈ കോൺഗ്രസ് UDF സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചാക്ക്. ഇന്നിപ്പോ MSFന്റെ ഒരു പോസ്റ്റർ കണ്ടു, ഞാൻ എവിടെയോ കണ്ടു ഇതിനെതിരെ. നോക്കൂ, സ്വന്തം ആളുകൾക്ക് പോലും ഇതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, തുടക്കം മുതൽ നമ്മൾ പറഞ്ഞത് ചില ആംഗിളിലൂടെ അത് പോവും. എന്താവും നമ്മൾ നോക്കിക്കാണേ. നമ്മൾ ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പറ്റില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. കാരണം ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്ന നമ്മളെ പ്ലാറ്റ്ഫോമിൽ അത് ഉണ്ടല്ലോ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ ഇന്നെ വന്ന് കമന്റ് ഇട്ടുങ്ങാണ്ട് ഇതാക്കിയ ആൾക്കാരോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ പിണറായി സർക്കാർ ഒപ്പുവെച്ചു എന്നാ. ഇപ്പൊ നിങ്ങളെന്താ കട്ടി? അന്ന് അതിലെ ഫണ്ട് വാങ്ങിയെടുക്കണം എന്ന് പറഞ്ഞത് നടപ്പിലാക്കണം എന്നാ പറഞ്ഞത്. നിങ്ങള് പിണറായി സർക്കാരിന്റെ കാലത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കി, എന്നിട്ടൊന്ന് അളന്നളി. ഒരു ചുമരുമ്പങ്ങ നിന്നിട്ടൊന്ന് വരച്ചു നോക്കുക. അവൻ്റെ വലിപ്പൊന്നും കൂടി വരച്ചു നോക്കിയിട്ട് കണ്ണാടിയിലൊന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ രണ്ടും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടും. കുറച്ചൊക്കെ ഒരു ഉസുറും പൊളി ഉണ്ടെങ്കിൽ അത് കിട്ടും. അതല്ലാതെ വേറെന്താ ഇതിന് പറയാം? ഏതായാലും നമ്മളെ ചില മുൻധാരണകള്, നമ്മളെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യമുള്ളത്. നമ്മൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ, അങ്ങനത്തെ എത്ര വിഷയങ്ങൾ ഇവിടെ തെളിഞ്ഞു എന്നുള്ളത് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. അതൊരു വ്യക്തിവിരോധത്തിൻ്റെ പേരിലോ ഒരു രാഷ്ട്രീയ വെറുപ്പിൻ്റെ പേരിലോ പറയുന്നതല്ല. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമ്പോൾ വലിയ പ്രയാസങ്ങൾ, നിങ്ങൾക്കറിയാലോ, ചരിത്രങ്ങൾ തിരുത്തപ്പെടുന്നുണ്ട്. പാഠ്യപദ്ധതിയിൽ ചില അജണ്ടാപരമായ സംഗതികൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ഈ പണിയെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കും എന്നുള്ളതിൽ നമ്മളെ ഭാവി തലമുറ, നമ്മളെ കുട്ടികളെ അതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിലൊക്കെ സംസാരിച്ചത്.
ഇനിയിപ്പോൾ ന്യായീകരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇത് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാഷ്ട്രീയം തലയിലല്ല തരിപ്പ് കയറിയ കുറേ ആൾക്കാരുണ്ട്. അത് ഈ കമൻറ്റ് ബോക്സിൽ കാണാം. അതായത് ഓലിപ്പോൾ നമ്മളോട് ഇതിൻ്റെ മുമ്പ് ഇത് നടപ്പിൽ വരുത്തൂല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടോ വരെ ഇനിയിപ്പോൾ ഇത് ഇപ്പം നടപ്പിലാക്കുമെന്ന് പറയുന്നതോട് കൂടി എന്നാലും ഓം ഈ പറഞ്ഞ മാതിരി വരും. കാരണം ഈ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലല്ലേ ഇപ്പം ഇതിനൊക്കെ അതുള്ളൂ. ഉസുറുംപുളി ഒരാൾക്ക് ഉസുറുംപുളി നഷ്ടപ്പെട്ടാൽ എന്താ പനി ചെയ്യുക? അതിനിപ്പോൾ നമുക്കൊന്നും പറയാല്ല. ഏതായാലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിക്കുന്നു. നമ്മൾ പറഞ്ഞ് തെറ്റിയിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പം നിർത്തുന്നു. നന്ദി. വീണ്ടും കാണാം. ഓക്കെ.